ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ടാൻജൻറ്റ് പി എ ആൻഡ് പി ബി ഫ്രം എ പോയിന്റ് പി ടു സർക്കിൾ വിത്ത് സെൻറ്റർ ഒ ആർ ഇൻക്ലൈൻഡ് ടു ഈച്ച് അതർ. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ സാധാരണ വറക്കുന്ന ഫിഗർ തന്നെ. അതായത് ഒരു സർക്കിൾ ഉണ്ട്, സെൻറ്റർ ഒ ഉണ്ട്, പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, പി എയിലേക്കും പിയിൽ നിന്ന് ബിയിലേക്കും ടാൻജൻ്റ് ഉണ്ട്. ഇവിടെ ഒറ്റ പോയിന്റിലാണ് ടച്ച് ചെയ്യണമെന്ന് വിചാരിക്കട്ടാ. എ ഉണ്ട്, ബി ഉണ്ട്, രണ്ട് പി എ പി ബി രണ്ട് ടാൻജൻറ്റ് ഉണ്ട് ഒ എന്ന സർക്കിളിലേക്ക്, ഒ എന്ന സെൻറ്ററുള്ള സർക്കിളിലേക്ക്. ഇനി എന്താ പറയുക, ഈ രണ്ട് ടാൻജൻറ്റും ആർ ഇൻക്ലൈൻഡ് ടു ഈച്ചർ. അതായത് ഇത് തന്നെ രണ്ടും ഇൻക്ലൈൻഡ് ആണ്, ഇത്രയുള്ള ഉദ്ദേശിച്ചേക്കണത്. അറ്റ് ആംഗിൾ 80 ഡിഗ്രി. ഈ ആംഗിൾ 80 ഡിഗ്രി. ഓക്കെ, ദെൻ ഫൈൻഡ് ചെയ്യേണ്ട എന്താണ്, ആംഗിൾ പി ഒ എ. ആംഗിൾ പി ഒ എ അതായത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഈ ആംഗിളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഫൈൻഡ് ചെയ്യേണ്ടത്. ഈ ആംഗിൾ പി ഒ എ ഫൈൻഡ് ചെയ്യണം. എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചത് പെർപെൻഡിക്കുലാരിറ്റി പഠിച്ചു, ടാൻജൻറ്റും റേഡിയസും തമ്മിൽ. ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലാരിറ്റി നോക്കാം. ഇപ്പോൾ 90 കിട്ടി, ഇത് 90 കിട്ടി, ഇത് 80 ആണ്. നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 80 ആണെങ്കിൽ ഇത് 40 ആയിരിക്കുമോ? ഇവിടെ വെച്ച് പാർട്ടീഷൻ ചെയ്യുന്നുണ്ടല്ലോ, 40 ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളതിന് എന്താ ഉറപ്പ്? ദർ ഈസ് നോ ഷ്യൂരിറ്റി, അതിനൊരു ഉറപ്പില്ല. അപ്പോൾ ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ മാത്രം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇത് അതിൻ്റെ ആൻസർ കിട്ടിയാൽ ഇത് ആംഗിൾ ഇത് 90 ആണ്. അപ്പോൾ ഇത് 3 കൂടെ ആഡ് ചെയ്താൽ 180 ആണ്. അങ്ങനെയൊക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കൊരു ഇതിൽ ഒരു സൊല്യൂഷനുള്ളത്, ഈ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ഇത് 80 ആണ്, അപ്പോൾ ഇത് 40 ആണെന്ന് ഒറ്റയടിക്ക് എഴുതാൻ പറ്റില്ല. കാരണം ഇത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു 2 ട്രയാങ്കിൾ നമുക്കിവിടെ കിട്ടി. ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ കിട്ടി. ഇതെന്താണ്, കൺഗ്രുവൻ്റ് ആണ്, അതായത് ഈക്വലാണ്, സെയിം ട്രയാങ്കിളാണ്. ഓക്കെ, അപ്പോൾ ഈക്വലായിട്ടുള്ള കൺഗ്രുവൻ്റ് ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ട് ആംഗിൾസ് എന്തായിരിക്കും, ഈക്വലായിരിക്കും. ആ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് 40 എന്ന് പ്രൂവ് ചെയ്യാം. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ എ ഒ പി ആൻഡ് ട്രയാങ്കിൾ ബി ഒ പി, ഈ 2 ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈഡ്സ് ഒ എ ഈക്വൽ ടു ഒ ബി, ഒ ബി. കാരണം എന്താ, റേഡിയസ് ഓഫ് ദ സർക്കിൾ അല്ലേ, 2 റേഡിയസ് ആണ്. ഇനി പി എ ഈക്വൽ ടു പി ബി. കാരണം എന്താ, കാരണം എന്താ, രണ്ടും ടാൻജൻ്റ് ആണ്. ഒരു കോമൺ പോയിന്റിൽ നിന്നുള്ള ടാൻജൻ്റ് ആണ്, രണ്ടും ഈക്വൽ ആയിരിക്കും, നമ്മൾ പഠിച്ചു. ഓക്കെ, ടാൻജൻസ് ഫ്രം കോമൺ പോയിന്റ്, അത് നിങ്ങൾ എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി ഒ പി ഈക്വൽ ടു ഒ പി. കാരണം എന്താണ്, കോമൺ സൈഡാണ്, അത് എഴുതി വയ്ക്കുക. ഓക്കെ, ഹെൻസ് എന്താണ്, ട്രയാങ്കിൾ എ ഒ പി ഈസ് കൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ ബി ഒ പി. അപ്പോൾ കൺഗ്രുവൻ്റ് ആയിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാണ്, ഈ ആംഗിളും ഈ 2 ആംഗിൾ, ഇതും. അപ്പോൾ ആംഗിൾ എ പി ഒയും ആംഗിൾ ബി പി ഒ ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് 2 ആഡ് ചെയ്ത്, ഇത് ടോട്ടൽ, ഇത് 2 ആഡ് ചെയ്ത്, ഇപ്പോൾ ആംഗിൾ പി എന്ന് പറയുന്നത് ഇത് 2 ആഡ് ചെയ്തതല്ലേ. അപ്പോൾ ആംഗിൾ എ പി ഒയും ആംഗിൾ പി പി ഒയും എന്താണ്, 2 ആഡ് ചെയ്തു. ഇത് 80 ഡിഗ്രിയാണ്, ഈ 2 ആംഗിൾ ആഡ് ചെയ്തത് 80 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും, ആംഗിൾ എ
പി ഒ പ്ലസ് ബി പി ഒനെ ഞാൻ എ പി ഒ തന്നെ എഴുതുന്നു, കാരണം അത് ഈക്വലാണ് അല്ലേ, ഇത് രണ്ട് ഈക്വലാണ്. അപ്പോൾ എന്താണ് 2 ഇൻറ്റു ആംഗിൾ എ പി ഒ ഈക്വൽ ടു 80, ആംഗിൾ എ പി ഒ ഈക്വൽ ടു 80. ഈ ടൂവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, 80/2 40 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത് 40 ഡിഗ്രി കിട്ടി, 40 ഡിഗ്രി കിട്ടി, ഈ ആംഗിൾ 40 ഡിഗ്രി കിട്ടി, എ പി ഒ. ഇനി സിമ്പിളല്ലേ, ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ആഡ് ചെയ്താൽ ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് ആഡ് ചെയ്താൽ 180 ഡിഗ്രി. അപ്പോൾ നമുക്കിത് എക്സ് എന്ന് എടുക്കാം. ഓക്കെ, എക്സ് പ്ലസ് ഈ ആംഗിൾ 90 പ്ലസ് ഈ ആംഗിൾ എ പി ഒ ഈക്വൽ ടു 180. ആംഗിൾ എ പി ഒ നമുക്കറിയാമല്ലേ, അപ്പോൾ എക്സ് പ്ലസ് 90 ഡിഗ്രി പ്ലസ് എ പി ഒ എന്താ 40 ഈക്വൽ ടു 180. എക്സ് എന്താ, ഈ 180 അവിടെ നിർത്തുക, ഇതെല്ലാം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം. 180 മൈനസ് 90 മൈനസ് 40 എത്ര കിട്ടും? 180 90 പോയാൽ 90, 90 40 പോയാൽ 50 ഡിഗ്രി. 50 ഡിഗ്രിയാണ് ആൻസർ. അപ്പോൾ നമ്മൾ ചെയ്തത് ഇതിങ്ങനെ ലൈൻ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈക്വൽ ആക്കാൻ പറ്റില്ല, അത് മനസ്സിലാക്കാം. ഈ 2 ട്രയാങ്കിൾ എടുക്കുക, അതിൻ്റെ കൺകുറൻസി പ്രൂവ് ചെയ്തു. കൺകുറൻസി മീൻസ് ഈക്വൽ, ഏകദേശം രണ്ടും ഈക്വലാണ്. 2 ട്രയാങ്കിൾ കൺകുറൻ്റ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അത് ചെയ്തു. എന്നിട്ട് ഈ ആംഗിളിൻ്റെ ഇത് 40 ആണെന്ന് പ്രൂവ് ചെയ്തു. എന്നിട്ട് ടോട്ടൽ ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം 180 ഡിഗ്രിയാണ്. സോ അത് വെച്ചിട്ട് ഈ ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ.